ആദ്യം വണ്ടി നിർത്ത്. വണ്ടി നിർത്താൻ. താൻ ഇതെങ്ങോട്ടായി പോകുന്നത്? ആദ്യം വാ തുറന്ന് വല്ലതും പറയുന്നുണ്ടോ? മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. പ്രിയ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും കേട്ട ഭാവം നടിക്കാതെ ആദ്യം തൻ്റെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി. ആദ്യം നിനക്ക് ചെവി കേട്ടൂടെ? എൻ്റെ ഫോണ് ബാഗിലാ. ഞാൻ മാമിനോട് ഒരു വാക്ക് പോലും പറയാതെയാ പോകുന്നത്. ഇപ്പം ഞങ്ങൾ 3 പേരുടെയും പോക്ക് വരവ് മാമിൻ്റെ കൂടെയാണ്. അങ്ങനെയുള്ള ഞാൻ മാമിനോട് ഒന്നും പറയാതെ പോന്നാ ഞാൻ മാമിന് അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ എന്നൊരു തോന്നലുണ്ടാവാം. പിന്നെ മാമിൻ്റെ കൂടെ താമസിക്കുന്നത് കൊണ്ടും ചിലപ്പോൾ മാമിനത് ഇഷ്ടമായൊന്നും വരില്ല. മാമിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ തോന്നിയ പോലെ ചുറ്റിക്കറങ്ങുന്നു എന്നെങ്ങാനും മാമിന് തോന്നിയാൽ പിന്നെ എനിക്കത് സഹിക്കില്ല. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോയേ പറ്റൂ ആദി. പ്രിയ പറഞ്ഞത് കേട്ടതും ആദ്യം അവളൊന്ന് നോക്കിപ്പോയി. ഇത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മാം നിന്റെ ആരാ? അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ രേവതി മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. മാമിൻ്റെ കൂടെ ആകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുക. എന്നെ ഭയങ്കര കാര്യമാണ്. രാത്രിയിൽ ഞാൻ മാമിൻ്റെ കൂടെയാണ് കിടക്കാറ്. എനിക്ക് ഉറക്കം വരാനപ്പോൾ രേവതി മാം എൻ്റെ മുടികളിലൂടെ വിരലോടിക്കും. അതിൻ്റെ ആ സുഖം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആദി. ഇപ്പം എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന പോലെ തോന്നുക. ആദിക്കറിയോ, ഞാനിന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികളിൽ ഒരാൾ രേവതി മാമാണ്. ഓഹോ, അപ്പോൾ കാര്യങ്ങൾ അതുവരെ എത്തി. അതുപോട്ടെ, പ്രിയ ഇഷ്ടപ്പെടുന്ന ആ മറ്റൊരാൾ ഞാനായിരിക്കും അല്ലേ? ഒരിക്കലുമല്ല. നീ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ പോലും ഇല്ല. ആ മറ്റൊരാൾ എൻ്റെ സ്പോൺസറാ. സ്പോൺസർ? ആദിയുടെ മുഖം ചുളുങ്ങി. പിന്നല്ലാതെ പിന്നല്ലാതെ തൻ്റെ മുന്നിൽ റിച്ച് ലുക്കി നിൽക്കുന്ന ഈ പ്രിയംവത വെറും പാപ്പരാശിയാണെന്ന് ആദ്യം കരുതിയോ? രാവിലെ പത്രം വിറ്റ് ശേഷം വല്ലോടത്തും അടുക്കള പണിയും ചെയ്ത് വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിലെ പാർട്ട് ടൈം ജോലിയും കഴിഞ്ഞ് രാത്രിയിൽ ഉറക്കം വിളിച്ച് പെട്രോൾ പമ്പ് ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ അർമാദിക്കുന്നതെന്നാണോ തൻ്റെ വിചാരം? എന്നാ തെറ്റി. പണം അതെനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. എനിക്കൊരു സ്പോൺസറുണ്ട്. ചെറുപ്പം തൊട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു പാവ മനുഷ്യൻ. ഞാനിപ്പോൾ ഉടുത്തിട്ടുള്ളത് തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും ആഹാരവും മരുന്നും എന്ന് വേണ്ട ആദിയുടെ കൈ കിടക്കുന്ന ആ ചെയിൻ വരെ അദ്ദേഹത്തിൻ്റെ ക്യാഷ് കൊണ്ട് വാങ്ങിച്ചതാ. ഞാൻ എന്താഗ്രഹിച്ചാലും എനിക്കപ്പം സാധിച്ചു തരും. ഞാൻ അങ്ങോട്ടൊരാഗ്രഹവും പറയാറില്ല. എങ്കിലും എനിക്ക് വരുന്ന ഓരോ എഴുത്തിലുണ്ടാവും എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ തിരക്കിക്കൊണ്ടുള്ള ചോദ്യാവലി. എനിക്ക് ചിലവാക്കാൻ ഇഷ്ടം പോലെ പണവും എൻ്റെ അക്കൗണ്ടിലേക്ക് മാസാമാസം ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ പലതവണ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, എനിക്ക് വേണ്ടി ഇത്രയും പണം ചിലവാക്കാൻ അയാൾ എൻ്റെ ആരാണെന്ന്. പ്രിയ അത്രയും പറഞ്ഞു നിർത്തി. അതാരാ അങ്ങനെ ഒരാൾ? ആൾക്ക് ഊരും പേരും ഒന്നുമില്ലേ? അതൊന്നും എനിക്കറിയില്ല. അങ്കിളിന് മാത്രമേ അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയുള്ളൂ. എങ്കിളിന്? ആദിയുടെ ചോദ്യം കേട്ട് പ്രിയ അവനൊന്ന് നോക്കി. എങ്കിളല്ല, അങ്കിൾ, മുകുന്ദൻ അങ്കിൾ, എൻ്റെ ഗാർഡിയൻ, നമ്മുടെ പ്രിൻസി. ഓ അങ്കിൾ. എന്നിട്ട് പ്രിയ അയാളെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചില്ലേ? ഇല്ല, അന്വേഷിക്കരുതെന്നാ അങ്കിൾ പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ലെന്ന്. എന്നെപ്പോലെ ഒരുപാട് പേര് അദ്ദേഹം സഹായിക്കുന്നുണ്ടെന്നും പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തെ ഞാനിന്ന് ദൈവത്തെ പോലെയാണ് കാണുന്നത്. അദ്ദേഹമാണ് എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ. അങ്ങനെ കരുതിക്കൊള്ളാനും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സംതിങ് ഫിഷി. ഇനിയിപ്പോൾ ഈ സ്പോൺസർ തന്നെയാവോ തൻ്റെ റിയൽ ഡാഡ്? അല്ല. ഇതേ ചോദ്യം ഒരു തവണ ഞാനും അങ്കിളിനോട് ചോദിച്ചതാ. അല്ലെന്ന് അങ്കിൾ ഉറപ്പിച്ച് പറഞ്ഞു. ഒരിക്കലും അദ്ദേഹം എൻ്റെ അച്ഛനാവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതെന്താ? ഞാനിന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് പ്രിയ പുറത്തേക്ക് മിഴികളൂന്നിയിരുന്നു. പ്രിയ, ഇതാ പിടിക്ക്. രേവതി മാമിനെ വിളിച്ച് പറഞ്ഞേക്ക് എൻ്റെ കൂടെ ആണെന്നും കുറച്ച് വൈകുമെന്നും പറഞ്ഞാൽ മതി. ആദ്യം തൻ്റെ ഫോൺ പ്രിയയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രിയ കൂടുതലൊന്നും ആലോചിക്കാതെ ആദിയുടെ ഫോൺ വാങ്ങി രേവതിക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞു. ശേഷം ആദിക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ പിടിക്ക്. മാമിന് ആദ്യോട് എന്തോ പറയാനുണ്ടെന്ന്. ഡ്രൈവിങ്ങിലായതുകൊണ്ട് ആദ്യം അവളോട് ഫോൺ സ്പീക്കർ മോഡിലിടാൻ പറഞ്ഞു. പ്രിയ അവനെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് സ്പീക്കർ മോഡിലിട്ടു. പറയൂ ആൻറ്റി. ആദ്യം പോകുന്നതൊക്കെ കൊള്ളാം. രണ്ടും കൂടി കുരുത്തക്കേടൊന്ന് ഒപ്പിച്ച് വെക്കല്ലേ. പിന്നെ മുകുന്ദൻ സാറിനോട് ഞാൻ ഉത്തരം പറയേണ്ടി വരും. എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയ പോലെ വീട്ടിലെത്തിച്ചോണം, കേട്ടല്ലോ. എനിക്ക് നിന്നെ അത്രയ്ക്കങ്ങ് വിശ്വാസം പോരാ. അത് കേട്ടതും ആദ്യം ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ആൻറ്റി, കൂടിപ്പോയാൽ 2 മണിക്കൂർ, അതിനുള്ളിൽ കൊണ്ടുവിടാം എന്നും പറഞ്ഞവൻ പ്രിയയെ നോക്കി കട്ട് ചെയ്യും എന്ന പോലെ പതുക്കെ പറഞ്ഞു. പ്രിയ കോൾ കട്ട് ചെയ്ത് ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്ത് ശേഷം പുറത്തേക്ക് മിഴികളൂന്നിയിരുന്നു. ആദ്യമാണെങ്കിൽ പ്രിയ എന്ന പേരിലുള്ള ഒരു ഹിന്ദി സോങ് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ആദിയുടെ മൂളിപ്പാട്ട് കേട്ടതും പ്രിയ അവനെ കൂർപ്പിച്ച് നോക്കി.
കുറച്ച് കഴിഞ്ഞതും ഒരു കുന്നിൻ ചെരുവിലായി ആദിയുടെ വണ്ടി ചെന്ന് നിന്നതും പ്രിയ അവനെ ഒന്ന് വല്ലാത്ത ഭാവത്തിൽ നോക്കി. എന്താ? ആദ്യ ചോദ്യഭാവത്തിൽ പുരികം ചുളിച്ചു. ഇനിയിപ്പോ എന്നെ ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്നതാ? താനായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയും ഇല്ലാതില്ല. മുന്നിലുള്ളത് എത്ര പ്രിയപ്പെട്ടതാണേലും അത് കണ്ടില്ലെന്ന് നടിച്ച് ദേഷ്യവും വാശിയും ജയിക്കുക എന്നതാണല്ലോ തൻ്റെ ഒരു രീതി. യെസ്, കറക്റ്റ്. അതാണ് ആദി. അല്ല, നിന്നെ ഇപ്പം ഞാൻ കൊല്ലാൻ കൊണ്ടുവന്നതാണെങ്കിൽ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? ഞാൻ തന്നെയും കൂടെ കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. എനിക്കവിടെ വഴക്കിടാൻ ആരെങ്കിലും വേണമല്ലോ. നീ ആകുമ്പോൾ വഴക്കിടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ എന്നും പറഞ്ഞവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പ്രിയ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. പുൽമേടുകളാൽ സമ്പന്നമായ കുന്നിൻ ചെരുവ്, മേഘാവൃതമായ ആകാശം, കാറ്റിൻ്റെ താളത്തിനനുസരിച്ച് പുൽത്തകിടുകൾ ആടി ഉലയുന്നുണ്ട്. പുൽമേടുകൾക്കിടയിലൂടെയുള്ള ചെറിയ നടപ്പാത ചൂണ്ടിക്കാട്ടി ആദ്യം അവളോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. അവൻ ചൂണ്ടിയ വഴിയിലൂടെ അവനെ ശ്രദ്ധിക്കാതെ നടക്കാൻ തുടങ്ങി. മുന്നോട്ട് പോകുന്തോറും ആ പ്രദേശത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടി വരുന്നത് പോലെ അവൾക്ക് തോന്നി. അവളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യം തൻ്റെ തൊട്ട് പിറകെ തന്നെ ഉണ്ട്. 15 മിനിറ്റ് നടത്തം കഴിഞ്ഞു ഇരുവരും എത്തിച്ചേർന്നത് കുന്നിൻ്റെ ഒത്ത മുകളിലും. മഞ്ഞു മൂടിയ മലകൾ കാണും തോറും പ്രിയയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയായിരുന്നു. ശക്തമായ കാറ്റടിക്കുന്ന പ്രദേശമായിരുന്നു അത്. പ്രിയ തൻ്റെ ഇരുകൈയും വിടർത്തി കാറ്റിനെ ഇറുകെ പുണർന്നു. അവളുടെ പ്രവർത്തികൾ വീക്ഷിച്ചുകൊണ്ട് തൊട്ടരികിൽ ആദിയുണ്ട്. കാറ്റിൻ്റെ ശക്തിയിൽ ഇരുവരുടെയും വസ്ത്രവും മുടിയും പാറി പറക്കുന്നുണ്ട്. പ്രിയ ആദിയെ ശ്രദ്ധിച്ചതേയില്ല. ആദ്യമാണെങ്കിൽ അന്നേരം 2020 ഓ പ്രിയ എന്ന് തുടങ്ങുന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാട്ടും പാടിക്കൊണ്ട് ആദി പ്രിയയുടെ പിന്നിലൂടെ ചെന്ന് അവളുടെ വയറിലൂടെ കൈയിട്ട് ഇറുകെ പുണർന്നു. അന്നേരം പ്രിയക്ക് അവനെ എതിർക്കാൻ തോന്നിയില്ല. ഏതോ ഉൾപ്രേരണയിൽ അവൻ്റെ കൈക്ക് മേലെയായി അവൾ തൻ്റെ ഇരു കൈകളും ചേർത്ത് വെച്ചു. താൻ എന്താണ് ചെയ്തതെന്ന് പിന്നീട് ബോധ്യം വന്നതും അവൾ തൻ്റെ കൈ എടുത്തു മാറ്റാനും പോയില്ല. പാട്ടിൻ്റെ ബാക്കി വരികൾ പാടുന്നതിന് പകരം അവനത് ഈണത്തിൽ ചൂളമടിച്ചു കൊണ്ടേയിരുന്നു. അവൻ്റെ ആ ചൂളമടിക്ക് പോലും എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. നിന്റെ പേര് പ്രിയ എന്നായതേ നന്നായി. നീ പിണങ്ങിയ ഇതുപോലെ ഓരോ പാട്ട് പാടി സെറ്റാക്കി എടുക്കാലോ. പിന്നെ പാട്ടും പാടിക്കൊണ്ട് നീ എൻ്റെ അരികെ വാ, അപ്പം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനങ്ങ് സഹിക്കുന്നു എന്ന് മാത്രം. എന്ത് സഹിക്കുന്നെന്ന്? എന്നെയോ എൻ്റെ പാട്ടിനെയോ? അവളുടെ കാതോരം ചെറുതായി മുത്തിക്കൊണ്ടവൻ ചോദിച്ചു. അവൻ്റെ ആ പ്രവൃത്തി അതവളിൽ നേരിയ വിറയലുണ്ടാക്കി. കാറ്റിൻ്റെ തണുപ്പിനാലും അവൻ ആദ്യമായി സമ്മാനിച്ച ആ കുഞ്ഞു ചുംബനത്താലും അവളുടെ കയ്യിലെ രോമകൂപങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നിന്നു. പറ, അവൻ വീണ്ടും അവളുടെ കാതോരം ഒഴിഞ്ഞു. രണ്ടും, അവൾ പതിയെ പറഞ്ഞു. എൻ്റെ പാട്ട് അത്രയ്ക്കും പോരാ? ഒരാളും എൻ്റെ പാട്ട് ഇന്നേവരെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ആ ക്രെഡിറ്റും പ്രിയക്ക് സ്വന്തം. അന്നേരം അവൾ അതിന് മറുപടി പറയാതെ വിഷയം മാറ്റി തുടങ്ങി. അല്ല, കുറച്ച് നാൾ മുന്നേ വരെ തനിക്കെന്നോട് വെറുപ്പായിരുന്നല്ലോ. വെറുപ്പ് മാത്രമല്ല, അറപ്പും. ഇപ്പം എന്താ പെട്ടെന്നൊരു സ്നേഹം? അവൻ്റെ മുഖത്ത് നോക്കാതെ എങ്ങോട്ടോ മിഴികളൂന്നിക്കൊണ്ടായിരുന്നു ആ ചോദ്യം. നിന്റെ സംശയം ന്യായമാണ്. പക്ഷെ നിന്നോടുള്ള എൻ്റെ സ്നേഹം അത് പെട്ടെന്ന് പൊട്ടിമുളച്ചതൊന്നല്ല. നമ്മൾ പിണക്കം മറന്ന് ഫ്രണ്ട്സ് ആയതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ എനിക്ക് നിന്നോട് പ്രണയം തോന്നി തുടങ്ങിയതാ. പെട്ടെന്ന് നീ എന്നോട് കാണിച്ച അടുപ്പം അതെനിക്ക് ഡൗട്ട് അടിച്ചിരുന്നു. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണമായിരുന്നു. അതറിയാൻ വേണ്ടി തന്നെയാണ് നിന്നോട് കൂടുതൽ അടുപ്പം കാണിച്ചു പെട്ടെന്ന് കയറി മുട്ടി നോക്കിയത്. ആദ്യമൊക്കെ നിനക്ക് ഫോൺ വിളിക്കുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ചിരിക്കുകയായിരുന്നു. നീ മനുവിൻ്റെ സ്പൈ വർക്കർ ആണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ക്യാൻറ്റീനിൽ വെച്ച് സംസാരിക്കുന്നത് ഗോകുൽ കണ്ടിരുന്നു. അതൊക്കെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ആദ്യ ചാറ്റിംഗ്. നീയാണെങ്കിൽ പിടിതരാതെ പിടിച്ചു നിൽക്കുകയും ചെയ്തു. നിന്നെ അടുത്തറിഞ്ഞപ്പോൾ, നിന്റെ ഉള്ളിലെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ നിന്നോട് ചെറിയൊരു സഹതാപം തോന്നിത്തുടങ്ങി. പുറമേ കാണുന്ന മുഖംമൂടി അഴിച്ചു മാറ്റിയ പ്രിയംവദ എന്ന ഈ താന്തോന്നി പെണ്ണ് ഒരു പാവം പൂച്ചക്കുഞ്ഞാണെന്നും വിഷമങ്ങൾ ഉള്ളിലൊതുക്കി പുറമെ ചിരിക്കുമ്പോഴും ആ മനസ്സ് ഒരുകുകയാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. കളിയായി തുടങ്ങിയ ചാറ്റിങ്ങും വീഡിയോ കോളും പിന്നൊരു പതിവായി മാറി. കളി കാര്യമായെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇലക്ഷൻ ഇഷ്യൂസ് ഓരോന്നും നടക്കുന്നത്. നമ്മൾ തമ്മിൽ മിണ്ടാതെ നടന്നപ്പോഴൊക്കെയും എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങി. നിന്നെ കാണാൻ വേണ്ടിയായിരുന്നു ലഞ്ച് ബ്രേക്കിൽ നിങ്ങൾ എന്നും ഇരിക്കുന്ന വാഗമരച്ചുവട്ടിൽ നിങ്ങളുടെ ഇരിപ്പിടത്തിൻ്റെ തൊട്ടരികിൽ വന്നിരുന്നത്. നീ അറിയാതെ നിന്നെ നോക്കിയിരിക്കുക. അതൊരു വല്ലാത്തൊരു ഫീലാണ്. എന്നും നിന്നോട് സംസാരിച്ചു നിന്റെ മെസ്സേജ് വായിച്ചു ഉറങ്ങുന്ന എനിക്ക് പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ശരിക്കും എനിക്ക് നിന്നോട് പ്രണയമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴായിരുന്നു.
ഒരു മാസക്കാലം എൻ്റെ കൂടെ നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം മനുവിൻ്റെ പാർട്ടിക്ക് വേണ്ടി നീ നോമിനേഷൻ സമർപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. നീ ഏത് പാർട്ടിയിൽ ചേർന്നാലോ എനിക്കതിന് മത്സരിച്ചാലോ എനിക്കത് പ്രശ്നമാവില്ലായിരുന്നു. അത്രയും നാൾ എൻ്റെ കൂടെ നടന്നിട്ട് നീ മത്സരിക്കുന്നു എന്നൊരു സൂചന പോലും തരാതെ നീ മറുപക്ഷം ചേർന്നപ്പോൾ അതൊരു വലിയ ഷോക്കായിരുന്നു. അതിൻ്റെ കൂടെ നിമിഷയുടെ ഇഷ്യൂസും എല്ലാം കൂടി എന്നെ ആകെ തളർത്തി. പ്രതീക്ഷിക്കാതെ നിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ നീ എന്നെ അടിച്ചു. എല്ലാം കൂടിയായപ്പോൾ കയ്യിൽ നിന്ന് പോയി. പിന്നെ എന്തൊക്കെയോ നടന്നു. അത്രയും പറഞ്ഞു ആദ്യം ഒന്ന് നിർത്തി. പക്ഷെ ഞാനിന്ന് തിരിച്ചറിയുന്നു, നീയായിരുന്നു ശരി. അല്ല, നീയാണ് ശരി. ഞാനായിരുന്നു തെറ്റ്. കൂടെ നിന്ന് ചതിച്ചവളെ തിരിച്ചറിയാൻ വൈകി. പക്ഷേ അവൾ എന്തിനിത് ചെയ്തു എന്ന് മാത്രം ഇപ്പോഴും അറിയില്ല. അത്രയും പറഞ്ഞ് ആദി ആഞ്ഞൊരു ശ്വാസം വലിച്ചു. ആദി പറയുന്നത് നിമിഷയെക്കുറിച്ചാണെന്ന് പ്രിയക്ക് മനസ്സിലായി. നിമിഷയുടെ നന്മമരം ചമയൽ ആദി തിരിച്ചറിഞ്ഞല്ലോ എന്നോർത്ത് പ്രിയയുടെ ഉള്ളം സന്തോഷിച്ചു. അവൾക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമല്ലേ? നീയും ഞാൻ അടുക്കുന്നത് അവൾക്ക് സഹിച്ചില്ല. അതിനു വേണ്ടിയാണ് അവൾ നിന്നെ ചതിച്ചത്. എന്നെ നിന്നിൽ നിന്ന് ഒഴിവാക്കണം, അതായിരുന്നു അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിന്റെ ശത്രുവിൻ്റെ സഹായം തന്നെ തേടി. പക്ഷെ ഒരിടത്ത് അവർക്ക് ചെറുതായി പാളിപ്പോയി. നമ്മുടെ രണ്ടുപേരുടെയും നോമിനേഷൻ തള്ളി എതിരില്ലാതെ ചെയർമാനും വൈസ് ചെയർമാനും ആവുകയായിരുന്നു എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് കിടത്തി. പക്ഷെ ആദ്യം എന്നെ മാരി ചെയ്യുമെന്ന് അവർ കരുതിയിരുന്നില്ല. മനുവും നിമിഷയും ഒരുമിച്ചാണ് ഇതൊക്കെ ചെയ്തതെന്നേ എലക്ഷൻ നടന്ന അന്ന് തന്നെ എനിക്ക് മനസ്സിലായതാ. നിമിഷ മനുവിനോട് സംസാരിച്ചത് മുഴുവനും മിന്നുവും പൂജയും കേട്ടിരുന്നു. എന്നിട്ട് എന്തേ എന്നോട് പറഞ്ഞില്ല? ആദ്യ ചോദിച്ചു. ആരോട്? നിന്നോടോ? എന്നിട്ട് വേണം ആ നിമിഷം നീ എന്നെ കൊല്ലാൻ. നിനക്ക് അവളാണല്ലോ വലുത്. അല്ല, ഇപ്പം എങ്ങനെ ഇതൊക്കെ ആദ്യം അറിഞ്ഞു? അത് പിന്നെ നിങ്ങളുടെ കടപ്പുറം കാണാറിൻ്റെ മോൻ ഒരു ദിവസം യാദൃശ്ചികമായി ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടു. അവനാ എല്ലാം പറഞ്ഞത്. ആ പയ്യൻ കോളേജിൻ്റെ സ്റ്റോർ റൂമിൽ അന്നേരം മനുവിനെയും നിമിഷയും ശരത്തിനെയാണ് കണ്ടത്. ചെറിയ തരികിട പരിപാടി ഉണ്ടെങ്കിലും ഒരു പാവം പയ്യനാത്. ഞങ്ങൾ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയപ്പോൾ എല്ലാം പറഞ്ഞു. ഓ, അങ്ങനെ കുറ്റബോധം കൊണ്ടുള്ള കാട്ടിക്കൂട്ടലായിരിക്കും ഇതൊക്കെയും. നിനക്ക് എന്ത് വേണേലും കരുതാം, അതൊക്കെ നിന്റെ ഇഷ്ടം. പിന്നെ പ്രിയ, സനൽ നിന്നോട് പറഞ്ഞതൊക്കെയും നുണയാ. ഞാൻ അങ്ങനെയൊക്കെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നോട് ദേഷ്യപ്പെടും, അടിക്കും. പക്ഷേ മറ്റൊരാൾ നിനക്ക് നേരെ ചെറുവിരൽ പോലും അനക്കിയാൽ അതെനിക്ക് സഹിക്കില്ല. നിന്റെ കാര്യത്തിൽ ഞാൻ ഇത്തിരി സ്വാർത്ഥനാണ്. നിന്നെ ആരെങ്കിലും മോശമായി നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പ്രിയക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാം. എന്ന് അവൻ്റെ മർമ്മം നോക്കി ഒന്ന് കൊടുത്തിട്ട് ഞാനത് ചോദിച്ചപ്പോൾ അവൻ സത്യം പറഞ്ഞു. ശോ, അപ്പം തെറ്റിദ്ധാരണയെല്ലാം മാറിയ സ്ഥിതിക്ക് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യട്ടെ? അനുവാദം ചോദിച്ചിട്ട് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യോ? ഇനിയിപ്പോൾ നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്നെ കൊക്കയിലോട്ട് തള്ളിയിട്ടാലോ എന്നൊരു ഭയം. ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ നീ ഒട്ടും മോശമല്ലല്ലോ. ആദിയുടെ പറച്ചിൽ കേട്ട് പ്രിയ അവനെ കൂർപ്പിച്ചു നോക്കി. ആദ്യ അന്നേരം അവിടെ മുഴുവൻ കണ്ണോടിച്ചു. അവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാട്ടുചെമ്പക പൂവിൽ അവൻ്റെ കണ്ണുടക്കി. അതിൽ നിന്ന് 2-3 പൂങ്കുല പറിച്ചെടുത്തു. അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഐ ലവ് യു പ്രിയ. അന്നേരം അവളുടെ മുഖം വിടർന്നു. ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അവളത് നിറഞ്ഞ മനസ്സോടെ വാങ്ങിച്ചു. ഈ കാട്ടുചെമ്പക പൂക്കൾ കൊണ്ട് പ്രപ്പോസ് ചെയ്യാനാണോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതൊക്കെ മനസ്സിൽ കണ്ട് വെൽ പ്ലാൻഡ് ആയിട്ടാണ് താൻ ഇങ്ങോട്ട് വന്നതെന്നേ എനിക്കറിയാം. എങ്കിൽ നിനക്ക് റോസാപ്പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബൊക്ക കൂടി വാങ്ങിക്കായിരുന്നില്ലേ? എങ്കിൽ ഒന്നുകൂടെ കളറായനല്ലോ. എടി മണ്ടൂസേ, നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ഞാൻ റോസാപ്പൂക്കൾ കൂടി എങ്ങനെയാ കൊണ്ടുവരിക? അപ്പോൾ നിനക്ക് ഡൗട്ട് അടിക്കില്ലേ? അതോടെ എൻ്റെ സർപ്രൈസും പൊളിയില്ലേ? പിന്നെ ഈ റോസാപ്പൂക്കൾ വാങ്ങിച്ച് ഹൈഡ് ചെയ്ത് വെക്കാൻ ഞാൻ കങ്കാരൊന്നല്ലല്ലോ. എനിക്ക് ഇത്രയൊക്കെ കളറായാൽ മതി. കളർ കൂടിയാലും പ്രശ്നമാണ്. നിനക്കറിയോ പ്രിയ, റോസാപ്പൂക്കൾ വെച്ച് പ്രപ്പോസ് ചെയ്തവരെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുമെന്നാണ് ഇന്ന് പല സർവേകളും സൂചിപ്പിക്കുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് പേര് അവരുടെ ഈ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. നീ എന്നെ ഇട്ടേച്ച് പോയാൽ ഞാൻ പിന്നെ ആരോട് വഴക്കിടും? ആരെ ചൊറിയും? എൻ്റെ ആദി ഇങ്ങനെ ചളിയടിച്ച് ഈ നിമിഷങ്ങളുടെ മനോഹാരിത നഷ്ടപ്പെടുത്തണോ? അതും ശരിയാ. അതും പറഞ്ഞ അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു റിങ് എടുത്ത് ഉയർത്തിപ്പിടിച്ച് അവളെ ഒന്ന് നോക്കിയതും പ്രിയ വിടർന്ന കണ്ണാലെ അവനെ ഒന്ന് നോക്കി. തൻ്റെ ഉള്ളിലുള്ള അമിത സന്തോഷം അവൾ പ്രകടിപ്പിച്ചില്ല. ശേഷം അവൾ തൻ്റെ വലത് കൈ അവന് നേരെ നീട്ടിയതും അവൻ അവളുടെ വിരലിൽ മോതിരം അണിയിച്ചു.
അവൻ അവളുടെ ആ കയ്യിൽ മൃദുവായി ചുംബിച്ചു. ശേഷം അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ സ്നേഹചുംബനം ചാർത്തി. പിന്നീട് അവളെ നെഞ്ചോട് ചേർത്ത് ഇറുകെ പുണർന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഐ ലവ് യു പ്രിയ എന്ന് അവൻ ഒരുപാട് തവണ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അവന്റെ ശബ്ദം അവിടെ എക്കോ രൂപത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പ്രിയ, നിനക്കൊരു ഐ ലവ് യു ടു പറഞ്ഞാലെന്താ? അത് പറയാൻ സമയമായെന്ന് എനിക്ക് തോന്നട്ടെ, അന്നേരം ഞാൻ പറഞ്ഞോളാം. ഓഹ്, എന്തിനും ഏതിനും നിനക്ക് നിന്റേതായ ഓരോ മുടന്തം ന്യായം ഉണ്ടാവുമല്ലോ. ശരി, ഞാൻ കാത്തിരുന്നോളാം. പക്ഷേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നിയാൽ ഞാൻ സ്നേഹിക്കും. അതിന് നിന്റെ IW കിട്ടണമെന്നൊന്നുമില്ല. അവനവളെ തന്നിൽ നിന്നും പതിയെ വേർപെടുത്തി അവളുടെ മുഖത്തേക്ക് മിഴികളൂന്നി നിന്നു. അവളുടെ മുഖത്തിൻ്റെ ആ സൗന്ദര്യം അവൻ ഒപ്പിയെടുക്കുകയായിരുന്നു. പ്രിയ, പതിഞ്ഞ സ്വരത്തിൽ അവൻ വിളിച്ചതും എങ്ങോട്ടോ മിഴികളൂന്നി അവളൊന്ന് മൂളി. ക്യാൻ ഐ കിസ് യു നൗ? അത്രയും ആർദ്രമായിരുന്നു അവൻ്റെ സ്വരം. അതിലുപരി അതിലോലമായി അവളുടെ കാതുകളെ തഴുകിയതും അവളൊരു പകപ്പോടെ അവനൊന്ന് നോക്കി. അന്നേരം അവനും അവളെ തന്നെ നോക്കിയിരിപ്പായിരുന്നു. അവൻ്റെ ആ നോട്ടം തൻ്റെ അധരങ്ങളിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞതും അവളുടെ വിടർന്ന കണ്ണുകൾ ഒന്നുകൂടി മിഴിഞ്ഞു വന്നു. ക്യാനായി? ഇനിയും കാത്തിരിക്കാൻ ആവതില്ലാത്തതുപോലെ ആദ്യം ഒന്നുകൂടെ ചോദിച്ചതും അവൾ എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി. അവൻ്റെ സാമീപ്യത്തിൽ അവൾ പലതും കൊതിക്കുന്നുണ്ടായിരുന്നു. പ്രിയ, തൻ്റെ കൈതലം അവളുടെ കവളിൽ പതിപ്പിച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവൻ അവളെ വിളിച്ചതും ഒരു നേർത്ത മൂളലിൽ അവൾ തൻ്റെ സമ്മതം അറിയിച്ചു. അവളുടെ സമ്മതം കിട്ടിയതും ആദിയുടെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടി. അവൻ്റെ അധരങ്ങളുടെ ചെറു ചൂടേറ്റതും അവൾ നീങ്ങിക്കൊണ്ട് അവനിൽ പിടിമുറുക്കി. ഇരുവരുടെയും നിശ്വാസവും ഉമിനീരും തമ്മിൽ കൂടിക്കലർന്നു. അവളുടെ കീഴ്ചുണ്ട് മൃദുവായി നുണഞ്ഞുകൊണ്ട് പതിയെ മേൽചുണ്ടിലേക്ക് ചേക്കേറി. വൈകാതെ ആദിയുടെ ചുണ്ടുകളുടെ മുറുക്കം കൂടി വന്നു. ഒരു വേളയിൽ അവൾ തന്നെ തിരിച്ചു ചുംബിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആദി ഏറെ ആവേശത്തോടെ അവളെ തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ കടിച്ചും നുണഞ്ഞും കൊണ്ടേയിരുന്നു. അതവളെ വിവശയാക്കി. അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. ഒടുവിൽ അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടപ്പോഴാണ് ആ രസച്ചരട് മുറിഞ്ഞത്. കിതപ്പടക്കാൻ പാടുപെടുന്ന പ്രിയയുടെ കീഴ്ചുണ്ട് തൻ്റെ പെരുവിരലാൽ അമർത്തി തുടച്ചുകൊണ്ട് ഒന്നുകൂടെ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അന്നേരം അവൻ്റെ ചുണ്ടുകൾ പിന്നെയും അവളുടെ നെറുകയിൽ അമർന്നുകൊണ്ടിരുന്നു. ആ ചുംബനത്തിൽ നിറയെ അവളോടുള്ള വാത്സല്യമായിരുന്നു. പ്രണയത്തിനൊപ്പം അവൾ കൊതിക്കുന്നത് സ്നേഹവും വാത്സല്യവും പരിഗണനയുമാണെന്ന് ആദിക്ക് മനസ്സിലായി. തങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ ഇനിയും വർഷങ്ങളെടുത്തെന്ന് വരാം. പ്രണയം തൽക്കാലം അതവിടെ മാറ്റിവെച്ചേക്കാം. പകരം അവൾക്ക് നിഷേധിച്ച സ്നേഹവും വാത്സല്യവും പരിഗണനയും അങ്ങ് വാരിക്കൊരി കൊടുത്തേക്കാന്ന് കരുതി മടക്കയാത്രയിൽ ആദ്യം അവളെയും കൈകളിലേന്തി ആ കുന്നിൻ ചെരുവിലൂടെ പതിയെ ഇറങ്ങി. ഇല്ല സർ, സാറിന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പ്രിയയുടെ അക്കൗണ്ടിലേക്ക് മാസാമാസം വരുന്ന ആ വലിയ തുകയുടെ ഉറവിടം കണ്ടെത്താനേ ആദിക്ക് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല. ഞാൻ പ്രിയയോട് എല്ലാം തുറന്നു പറയാൻ പോവാണ്. അവളെ പഠിപ്പിച്ചതും വളർത്തിയതും പണം കൊണ്ട് പൊതിയുന്നതും ആരാണെന്നും എന്തിനാണെന്നും അവളും കൂടി അറിയട്ടെ സർ. മതി എല്ലാവരും കൂടി അവളെ പറ്റിച്ചത്. ആദ്യം അത്രയും പറഞ്ഞ് പ്രിൻസിയുടെ മുറി വിട്ടിറങ്ങാൻ നേരാണ് മുകുന്ദൻ സർ അവൻ്റെ മുന്നിൽ തടസ്സം സൃഷ്ടിക്കുന്നത്. അത് വേണ്ട, അവൾ ഇപ്പോഴും ഇതൊന്നും അറിയാൻ പാടില്ല. തെന്നിന്ത്യയിലെ സംഗീത ചക്രവർത്തി ദേവദത്താണ് അവളുടെ സ്പോൺസർ എന്നത് അവൾ അതൊരിക്കലും അറിയരുതെന്ന് ദേവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവൾ അതറിഞ്ഞാൽ അവൾ അവന് പിന്നാലെ പല ചോദ്യവുമായി ചെല്ലാം. അത് പാടില്ല. ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന സംഗീത സംവിധായകനും സിംഗറുമാണ് ദേവദത്ത്. ഗാനഗന്ധർവ മ്യൂസിക്കൽ അക്കാദമിയുടെ ഓണർ കൂടിയാണ് ദേവ്. അയാളുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് പ്രിയ എന്നൊരു പേര് വരാൻ പാടില്ല. കുന്ദൻ സാർ ആദ്യം നോക്കി പറഞ്ഞു. ശരി, സമ്മതിച്ചു. തെന്നിന്ത്യൻ സംഗീത ചക്രവർത്തി ദേവദത്ത് എങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ കിടക്കുന്ന പ്രിയയുടെ സ്പോൺസർ ആയത്? ഞാനത് പറഞ്ഞാൽ നീ വിശ്വസിക്കുമെന്നറിയില്ല. സാറ് പറ, ഞാനൊന്ന് കേട്ട് നോക്കിയിട്ട് തീരുമാനിക്കാം വിശ്വസിക്കണോ വേണ്ടയോന്ന്. അത് പിന്നെ ദേവദത്ത്, ഹീസ് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഫേമസ് മ്യൂസിക് ഡയറക്ടർ ദേവദത്ത് സാറിൻ്റെ കൂട്ടുകാരൻ. ഒന്ന് പോ സാറ് ചിരിപ്പിക്കാതെ. സാർ അവിടെ കിടക്കുന്നു, ദേവദത്ത് ഇവിടെ കിടക്കുന്നു. ആദി, ഞാനിവിടുത്തെ പ്രിൻസിപ്പലാണ്. മുകുന്ദൻ ഇത്തിരി കനപ്പിച്ച് പറഞ്ഞു. സോറി സാർ. സത്യാടോ, ഞാനും അവനും ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്നവരാ. 28 വർഷം അവൻ കേരളത്തിലാണ് ജീവിച്ചത്. പിന്നീട് ചെന്നൈയിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ സാർ ഈ കഥയിലെ ബാർബർ ബാലനായിരുന്നല്ലേ? ഷോ, വ്യത്യസ്തനാമൊരു പ്രിൻസിയ മുകുന്ദനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഒരു പാട്ടിന് വകയുണ്ടല്ലോ സാറേ.
സത്യത്തിൽ സാറിന് ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം. തിരിച്ചറിയണം സാർ, എല്ലാവരും തിരിച്ചറിയണം. നമുക്ക് ആ ദേവദത്തിനെ നമ്മുടെ യൂണിയൻ ഇനോഗ്രേഷൻ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി അങ്ങ് പറയിപ്പിച്ചാലോ? സാറ് പിന്നെ ആരാവാൻ? ഞാൻ തന്നെ, അല്ലാതെ വേറെ ആരാവാൻ? ഈ സാറിൻ്റെ ഒരു തമാശ അല്ല സാർ, അതോടെ സാറും ഒരു സെലിബ്രിറ്റിയായി മാറും. സാറിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കും. അതിന് ഞാൻ 25കാരനല്ല, 48കാരനാ. സാറിന് 48ആയുള്ളൂ, കണ്ട 50ൽ കൂടുതൽ തോന്നിക്കൂട്ടോ. ആ മുടി ഒന്ന് കറുപ്പിച്ചാൽ മതി, അപ്പോൾ ശരിയാവും. അത് കേട്ട് അയാൾ അവനെ കൂർപ്പിച്ച് നോക്കി തൻ്റെ കണ്ണട ഒന്നുകൂടി ശരിയാക്കി വെച്ചു. ഈ പഴഞ്ചൻ കണ്ണടയും മാറ്റണം സാർ, എന്നിട്ട് അല്പം മോഡേൺ ലുക്ക് കിട്ടുന്ന ഒരെണ്ണം വാങ്ങിക്കണം. അല്ല സാർ, നിങ്ങളുടെ കഥയിൽ എവിടെയെങ്കിലും സാറ് ദേവദത്തിനെ പണം കൊടുത്ത് സഹായിക്കുന്ന ഇമോഷണൽ സീൻ വല്ലതുണ്ടോ? അതായത് സംഗീത മോഹവുമായി കേരളത്തിൽ നിന്നും ദേവദത്ത് ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ വണ്ടിച്ചെലവിനുള്ള കാശ് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു എന്നോ, അതിനാ സാറിൻ്റെ സ്കൂട്ടർ വിറ്റ് ദേവദത്തിന് പണം കൊടുത്തെന്നോ മറ്റോ ഉള്ള സീനുണ്ടായാൽ പൊളിക്കും. ഇതൊക്കെ കേൾക്കുന്ന തമിഴ്നാട്ടിലെ ദേവദത്തിൻ്റെ ആരാധകർ ചിലപ്പോൾ സാറിന് വേണ്ടി ക്ഷേത്രം വരെ പണിതെന്നും വരാം. ആദി, നിനക്കിത്തിരി കൂടുന്നുണ്ട്. വായിൽ തോന്നിയത് എന്തും വിളിച്ച് പറയാന്നാണോ? ഇതെങ്ങാനും ദേവദത്ത് കേട്ടിരുന്നേ നിന്റെ അവസാനം കുറിച്ചേനെ. അങ്ങനെ ഒരു ദരിദ്രവാസി ആയിരുന്നില്ല അവൻ, മറിച്ച് ആ സമയത്ത് അവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓ, അപ്പം ഇത് ഞാൻ ഉദ്ദേശിച്ച സിനിമയല്ല, ക്ഷേത്രത്തിനുള്ള സ്കോപ്പും ഇല്ല. എന്തായാലും അദ്ദേഹം സാറിൻ്റെ സുഹൃത്താണെന്നറിഞ്ഞാൽ സാറായിരിക്കും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന നമ്മുടെ പ്രോഗ്രാമിൽ സ്കോർ ചെയ്യാൻ പോകുന്നത്. സാറിന് പിന്നീട് ഇവിടെയുള്ള ഇമേജ് കൂടും. അതോടെ പിള്ളേർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരാതിയും തീർന്നു കിട്ടും. എനിക്ക് അവൻ്റെ പേരും പറഞ്ഞ് വിലസുണ്ടെങ്കിലോ? എനിക്കിവിടെ അത്യാവശ്യം നിലയും വിലയും ഒക്കെ ഉണ്ട്, അത് തന്നെ ധാരാളം. വേണ്ടെങ്കിൽ വേണ്ട. ഇനി ഞാനൊരു സത്യം പറയട്ടെ സാർ, എനിക്ക് പ്രിയയുടെ സ്പോൺസറെ കുറിച്ചോ അക്കൗണ്ട് വിവരങ്ങളെക്കുറിച്ചോ തെളിവോ സൂചനയോ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അല്ലെങ്കിലും നേരമില്ലാത്ത ഈ നേരത്ത് അതിൻ്റെ പിറകെ പോവാൻ എനിക്കെന്താ വട്ടാണോ? അപ്പോൾ നീ മനഃപൂർവ്വം എന്നെ പെടുത്തിയതാണല്ലേ? സാർ, ഞാൻ മുഴുവനൊന്നും പറഞ്ഞോട്ടെ? ഒന്ന് പറഞ്ഞു തുലക്ക്. ഇനോഗ്രേഷന് വരാമെന്ന് പറഞ്ഞ ഗസ്റ്റിന് അന്ന് വരാൻ പറ്റില്ലെന്നും അന്ന് അയാൾക്ക് അയാളുടെ പുതിയ സിനിമയുടെ പ്രമോഷന് പോവാനുണ്ടെന്നും പരിപാടി മാറ്റിവെക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യാമെന്നും അയാളുടെ പിയെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കാകെ ചൊറിഞ്ഞു കയറി വന്നതായിരുന്നു. പിന്നെ നമ്മുടെ മാന്യത അത് നമ്മൾ നോക്കണമല്ലോ. പരിപാടി മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതിനിടയിൽ ഏതോ ഒരുത്തൻ എൻ്റെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഫോൺ കോൾ കഴിഞ്ഞ് ഞാനൊന്ന് ശ്വാസം നേരെ വിട്ടില്ല. അതിനു മുന്നേ കൊതുക് രോഗം പരത്തുന്നതിനേക്കാളും വേഗത്തിൽ അവനത് കോളേജ് മൊത്തം പരത്തി. ഇക്കാര്യം പറഞ്ഞ് എതിർ പാർട്ടിക്കാർ വന്ന് എന്നെ ചൊറിഞ്ഞപ്പോൾ മുന്നും പിന്നും നോക്കാതെ ഞാൻ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല അവനെ വെല്ലുവിളിക്കുകയും ചെയ്തു. എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യം ആരോടെങ്കിലും തീർത്തേക്കാം എന്ന് കരുതി നടക്കുമ്പോഴാണ് സാറിനെ കാണുന്നത്. അന്നേരാണ് പ്രിയ കഴിഞ്ഞ ദിവസം പറഞ്ഞ അവളുടെ സ്പോൺസറെ കുറിച്ച് ഓർമ്മ വരുന്നത്. എന്നാൽ പിന്നെ സാറിനോട് തൻ്റെ ദേഷ്യം തീർത്തേക്കാന്ന് കരുതി. സാറും ആ സ്പോൺസറും തമ്മിലുള്ള ഹൈഡ് ആൻഡ് സീക്ക് ഇന്നത്തോടെ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് കരുതി സാറിന് നേരെ ഒരസ്ത്രം എഴുതി വിട്ടതാ. പക്ഷെ അത് കറക്റ്റായി കൊളുത്തു എന്ന് കരുതിയില്ല. ഇനിയിപ്പോൾ എനിക്ക് ധൈര്യമായി പ്രിയോട് എല്ലാ സത്യവും പറയാലോ. ഇതറിഞ്ഞാൽ ആ പാവത്തിന് ഒരുപാട് സന്തോഷമാവും. ആദി, നിനക്കിത്തിരി കൂടുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പലാണ്. ആണ്, എനിക്കറിയാം. സാർ ഇത് ഇടയ്ക്കിടെ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ആ റെസ്പെക്റ്റോടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നതും. പ്രിൻസി എന്നതിന് പുറമെ സാർ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണല്ലോ. ആ ഒരു പ്രത്യേക സ്നേഹം സാറിന് എന്നോടുണ്ടെന്ന് എനിക്കറിയാം. തിരിച്ചും ആ സ്നേഹം എനിക്കുണ്ട്. അച്ഛൻ്റെ സുഹൃത്തായിട്ടല്ല, അച്ഛനായിട്ട് തന്നെ ഞാൻ സാറിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതൽ എടുക്കാറുണ്ട്. അത് സാറിന് ബുദ്ധിമുട്ടായെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം. ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഈ കോളേജിന് കിട്ടിയ സ്വത്താണ് സാർ. സാറുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെയും വഴിപിഴച്ച് പോവാഞ്ഞത്. പ്രിൻസിപ്പൽ എന്ന ജാടയില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഫ്രണ്ട്ലി ആയി പെരുമാറുന്ന സാറായിരുന്നു എൻ്റെ റോൾ മോഡൽ. സാറിനൊരു കാര്യം അറിയോ? ഇങ്ങനെ ഒരു പ്രിൻസിപ്പലിനെ കിട്ടിയതേ ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് ഞാൻ എത്രയോ തവണ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നോ. നിന്റെ വെള്ളപ്പൂശൽ കഴിഞ്ഞു ആവോ? മുകുന്ദൻ പ്രത്യേക താളത്തെ പറഞ്ഞു. ഇത് പിന്നെയും സംശയം. അല്ലെങ്കിലും ചങ്ക് പറിച്ചു കൊടുത്താലും ചെമ്പരത്തിപ്പൂ എന്നല്ലേ പറയുള്ളൂ. ആദി സെൻറ്റിയിൽ പിടിച്ച് കയറാൻ നോക്കി. ആദി, എന്താ നിനക്കിപ്പോൾ വേണ്ടേ? ആദിയുടെ സെൻറ്റി ചെറുതായി ഏറ്റിട്ടുണ്ട്. അത് പിന്നെ ഈ നിമിത്തം എന്ന് പറയുന്നത് ഇതാണല്ലേ. അല്ലെങ്കിൽ നേരത്തെ വരാമെന്ന് പറഞ്ഞ ഗസ്റ്റ് ഞങ്ങളെ തേക്കാനും എൻ്റെ സംസാരം ഒരുത്തൻ കേൾക്കാനും
അവന്മാർക്ക് എന്നെ ചൊറിയാനും ഞാൻ അവന്മാരെ വെല്ലുവിളിക്കാനും അതിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെയും സാറിനോട് മറ്റൊരു രീതിയിൽ തീർക്കാനും ഇതൊന്നും അറിയാതെ സാർ സത്യം തുറന്നു പറയാനും ഒക്കെയും എല്ലാവരും നിമിത്തമായിട്ട് കരുതിയാൽ മതി. എന്തായാലും ഒരു വെടിക്ക് 2 പക്ഷി, സ്പോൺസറേയും കിട്ടി, ഗസ്റ്റിനെയും കിട്ടി, കൂടെ ഞാനും ഹാപ്പിയായി. ആദി, നീ തെളിച്ചു പറ, എന്താ നിന്റെ മനസ്സിൽ? എനിക്കിപ്പോൾ വേണ്ടത് യൂണിയൻ ഇനോഗ്രേഷൻ നടത്താൻ ഒരു VIP ആണ്. പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങളോട് വരാമെന്ന് പറഞ്ഞ സെലിബ്രിറ്റി ഗസ്റ്റിന് ചെറിയൊരു ഡേറ്റ് ഇഷ്യൂ, അതുകൊണ്ട് അയാൾ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതറിഞ്ഞ നമ്മുടെ എതിർ പാർട്ടിക്കാർ എന്നെ നാണം കെടുത്തി. അന്നേരം അവരുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടി ഞാൻ അറിയാതെ പറഞ്ഞുപോയി അതിനേക്കാൾ വലിയ സെലിബ്രിറ്റിയെ കൊണ്ട് ഇത്തവണ യൂണിയൻ ഇനോഗ്രേഷൻ നടത്തുമെന്ന്. പിന്നീട് അതൊരു വെല്ലുവിളിയായി ഇരു കൂട്ടരും ഏറ്റെടുക്കുകയും ചെയ്തു. സാർ, ഇതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. സാറൊന്ന് മനസ്സ് വെച്ചാൽ എൻ്റെ അഭിമാനത്തിന് ഒരു കോട്ടവും പറ്റില്ല. തെന്നിന്ത്യൻ സംഗീത ചക്രവർത്തിയെ കൊണ്ടുവന്ന കേരളത്തിലെ ആദ്യ കോളേജ് എന്ന പേരിൽ നമുക്ക് ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്യാം. മീഡിയാസിലേക്ക് ന്യൂസും വരും. അന്നേരം പ്രിൻസിപ്പൽ എന്ന നിലയിൽ അതിൻ്റെ നേട്ടം സാറിനാണ്. കോളേജ് ചെയർമാൻ എന്ന നിലയിൽ ന്യൂസുകാർ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ക്രെഡിറ്റ് ഗോസ് ടു മുകുന്ദൻ സാർ ഓൺലി. എടാ, യൂണിയൻ ഇനോഗ്രേഷൻ നടത്താൻ ഏറ്റവും നല്ലത് പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. രാഷ്ട്രീയവും സംഗീതവും തമ്മിൽ എന്താ ബന്ധം? ചീഫ് ഗസ്റ്റിനെ വേദിയിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചാൽ അയാൾ എന്തിനെക്കുറിച്ച് സ്പീച്ച് നടത്തും? സംഗീതത്തെക്കുറിച്ച് പറഞ്ഞാൽ പിള്ളേര് കൂവും. അദ്ദേഹത്തിൻ്റെ കോളേജ് പഠനകാലത്തെ രാഷ്ട്രീയ അനുഭവം അത് പറഞ്ഞാൽ മതിയാവും. പിന്നെ എല്ലാ വർഷവും രാഷ്ട്രീയക്കാരാണല്ലോ വരാറ്, ഇത്തവണ അല്പം വെറൈറ്റി ആയിക്കോട്ടെ. ആദ്യം വിടുന്ന മട്ടില്ല. ആദ്യം നടക്കുന്ന വേറെ വല്ല കാര്യമുണ്ടെങ്കിലേ നീ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. നീ ഇനി എന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സ് മാറാനൊന്നും പോണില്ല. നടക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാ സത്യവും പ്രിയെ അറിയിക്കാം. അപ്പോൾ അവള് നേരെ ചെന്നൈയിലേക്ക് നടന്നോളും. കൂടെ ഞാനും നടക്കും. ആദി, മുകുന്ദൻ കടുപ്പിച്ച് വിളിച്ചു. സാർ. അയാളുടെ ശബ്ദത്തിന് പിന്നാലെ ആദിയുടെ ശബ്ദം ഉച്ചത്തിൽ ഉയർന്നതും മുകുന്ദൻ അവനെ ദഹിപ്പിച്ചു നോക്കി. സോറി സാർ, സാറിനെ കടുപ്പിച്ച് വിളിച്ചപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഞാനും അറിയാതെ വിളിച്ചു പോയതാ. പ്ലീസ് സാർ, സാർ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേ പറ്റൂ. പ്ലീസ് സാർ, ഐ ബെഗ് യു. അല്ലാതെ ഇനിയൊരു സെലിബ്രിറ്റിയെ ഞാൻ എവിടെ പോയി തപ്പും? ഇല്ലെങ്കിൽ വല്ല ഡ്യൂപ്പിനെ ഇറക്കേണ്ടി വരും. പിടിച്ചാൽ മുട്ടയേറും കിട്ടും. ചിലപ്പോൾ ആദ്യത്തെ ഏറിട്ടുക സ്റ്റേജിൽ മുന്നിലിരിക്കുന്ന സാറിനായിരിക്കും. പിന്നെ ദേവദത്ത് വന്നാൽ നമ്മുടെ ടൂർണമെൻറ്റ് വിജയിക്കുള്ള ട്രോഫിയും അദ്ദേഹത്തെ കൊണ്ട് കൊടുപ്പിക്കാം. എല്ലാവരുടെ കളി കഴിയും വരെ സാർ അങ്ങേരെ ഒന്ന് പിടിച്ചു നിർത്തിയാൽ മതി. അങ്ങേര് സാറിൻ്റെ ചങ്കാണല്ലോ. നിങ്ങൾ ചങ്കും ചങ്കും പഴയ കഥയും പറഞ്ഞ് പിള്ളേരുടെ കളിയും കണ്ട് ഗാലറിയിൽ ഇരുന്നേച്ചാൽ മതി. മേ ബി ബാസ്കറ്റ് ബോളിൽ പ്രിയയുടെ ടീം തന്നെയായിരിക്കും വിന്നറായിരിക്കുക. അവൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് കപ്പ് സ്വീകരിക്കാൻ പറ്റുക അതൊരു ഭാഗ്യമല്ലേ സാർ? സാറൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നോ, ഇൻ കേസ് ദേവൻ ഇങ്ങോട്ട് വന്നാലും അത് നടക്കില്ല. അവൾ ഒരിക്കലും ഒന്നും അറിയാൻ പാടില്ല. സമ്മതിച്ചു. അവൾക്കറിയില്ലേലും അദ്ദേഹത്തിന് അറിയാലോ. പിന്നെ സാറിനറിയാലോ. ഇപ്പോൾ എനിക്കും അറിയാം. നമുക്കും സന്തോഷിക്കാലോ. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. പക്ഷെ ദേവനാണ് ഗസ്റ്റ് എന്നത് ഇവിടെ ഒരാൾ പോലും അറിയാൻ പാടില്ല. അവൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ ശേഷം അറിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ എനിക്ക് നല്ല സുഖമില്ലെന്നോ മറ്റോ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സാവധാനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം. എൻ്റെ ഒരു വിധിയേ. എല്ലാം കഴിഞ്ഞ് അവൻ എന്നെ ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ഏത് നേരത്താണോ പ്രിയ ഈ കോളേജിൽ തന്നെ ചേർക്കാൻ തോന്നിയത്? അതുമല്ല, കറക്റ്റായി നീ അവളെ കൊത്തുകയും ചെയ്തു. നിങ്ങളുടെ വിവാഹകാര്യം ദേവ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ ഇനിയിപ്പോൾ എന്തൊക്കെയോ പുലിവാലാണോ ഉണ്ടാവാൻ പോവുക. എൻ്റെ ഒരു ഗതികേട്. അതിനയാൾ അവളുടെ വെറും ഒരു സ്പോൺസർ അല്ലേ? ഒരു സ്പോൺസർക്ക് അവളുടെ വിവാഹ കാര്യത്തിൽ തലയിടേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും നോക്കിയാൽ ഞാൻ അങ്ങേർക്ക് ഒരു വലിയ ബാധ്യതയാണ് ഒഴിവാക്കി കൊടുത്തത്. അങ്ങേർക്കിനി അവളുടെ കല്യാണക്കാരെ ഓർത്ത് ടെൻഷനാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അവളെ കെട്ടിയപ്പോൾ ഞാൻ നയാ പൈസ സ്ത്രീധനം ചോദിച്ചോ? അല്ലെങ്കിലും ആരോടെന്ന് വെച്ചാ ചോദിക്കുന്നത്? ഇനിയിപ്പോൾ അവളുടെ സ്പോൺസർ തരുന്നുണ്ടേലും എനിക്കൊന്നും വേണ്ടതാനും. പിന്നെ സ്ത്രീധനം ചോദിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരുന്നല്ലോ നീ അവളെ കെട്ടിയത്. എന്നെ കൊണ്ട് നീ ഓരോന്ന് പറയിപ്പിക്കണ്ട. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? പിന്നെ ഞാനൊന്ന് സെറ്റിൽഡ് ആയാത്തോളൊന്ന് പ്രിയയ്ക്ക് അയാളുടെ സ്പോൺസർഷിപ്പ് വേണ്ടെന്നേ സാർ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. പിന്നീടുള്ള കാലം ഈ ആദ്യം അവളെ ഒരു കുറവ് അറിയിക്കാതെ പൊന്നുപോലെ നോക്കിക്കോളാം. പക്ഷെ അതിന് ഇത്തിരി ടൈം പിടിക്കും. എനിക്ക് ഈ ബിസിനസ് ഫീൽഡോ അച്ഛൻ്റെ കീഴിൽ ജോലി ചെയ്യാനോ തീരെ താല്പര്യമില്ല. സ്വന്തമായി കഷ്ടപ്പെട്ട് സമൂഹത്തിൽ നല്ലൊരു പേര് സമ്പാദിക്കണം. ഈ പഠിത്തമൊക്കെ നിർത്തി ദേവദത്തിനെ പോലെ ഞാനും
ചെന്നൈക്ക് വണ്ടി കയറിയാലോ എന്നാലോചിക്കുക. ഭാവിയിൽ ഞാനും ഒരു സെലിബ്രിറ്റി ആവില്ലെന്ന് ആര് കണ്ടു? സാറേ, ഈ ദേവദത്ത് അന്ന് ഏത് വണ്ടിയിലാണ് പോയതെന്നറിയോ? അതിപ്പോഴും സർവീസ് നടത്തുന്നുണ്ടോ ആവോ? അതൊരു ഭാഗ്യവണ്ടി ആണെങ്കിലോ? പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭാഗ്യദേവത ട്രെയിനിൽ വന്ന് എന്നെ കടാക്ഷിച്ചാലോ? ആദി, നിന്റെ കഥാപ്രസംഗം കഴിഞ്ഞെങ്കിലേ ഒന്ന് പോയി തരുമോ? ഇങ്ങനെ ഒരുത്തനാണ് പ്രിയയെ കെട്ടിയത് എന്നറിഞ്ഞ ദേവന് ഹാർട്ട് അറ്റാക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു. അതെ സാറേ, എനിക്ക് എന്താ ഒരു കുഴപ്പം? സ്വയം പൊക്കി പറയാണെന്ന് തോന്നരുതേ. അദ്ദിക് ശങ്കർ എന്ന ഞാൻ ഈ കോളേജിലെ ഡാഷിംഗ് ഹീറോയാണ്. എൻ്റെ പാട്ട് കേട്ടിട്ട് ഇവിടുത്തെ പെൺപിള്ളേർ മൊത്തം എന്നെ നെഞ്ചിലേറ്റ് നടക്കുക. പിന്നെ ലുക്ക്, സാർ എന്നെ ശരിക്കൊന്ന് നോക്കിക്കേ. എനിക്കൊരു ഹിന്ദി സീരിയൽ ആക്ടറുടെ ലുക്കില്ലേ? ചില ആംഗിളിൽ നിന്ന് നോക്കിയാലേ രോഹിത് ചണ്ടേൽ തന്നെയാണ്. പിന്നെ ലുക്കിലല്ല കാര്യം, വർക്കിലാണെന്ന് ചില പാപ്പരാസികൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. പിന്നെ എന്നെപ്പറ്റി സാറിനോട് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ കണ്ടാൽ പുള്ളിക്കാരൻ ഞെട്ടും, അതെനിക്ക് ഉറപ്പാ. പിന്നെ അങ്ങേരെ ഒന്നുകൂടി ഞെട്ടിക്കാൻ എനിക്ക് വേറെയും ചില പ്ലാനൊക്കെ ഉണ്ട്. ആദ്യം നിന്റെ പിള്ളേര് കളിയൊന്നും അവൻ്റെ മുന്നിൽ വില പോവില്ല. അവനെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. പെട്ടെന്ന് ദേഷ്യം വരും. അവനെ ചൊടിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടാ അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഓ, അപ്പോൾ എനിക്ക് പറ്റിയ പാർട്ടി തന്നെ. സാറേ, എന്തായാലും ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല. കാരണം ഈ പരിപാടി ഞങ്ങളുടെ യൂണിയനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് കുളമാക്കാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അക്കാര്യത്തിൽ സാറിന് ഞാൻ ഉറപ്പ് തരുന്നു. എന്നാലും നീ എന്നെക്കൊണ്ട് സത്യങ്ങൾ പറയിപ്പിച്ചല്ലോടാ കുരുത്തം കെട്ടവനെ. ഇതെങ്ങാനും ദേവൻ അറിഞ്ഞ? ഇല്ല സാർ, ഞാൻ സാർ ദേവദത്ത് സാർ, അല്ലാതെ മറ്റൊരാൾ ഈ രഹസ്യം അറിയില്ല. ഉറപ്പ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അറിയാതെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു പോവുകയാണെങ്കിൽ സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവരാരോടും പറയില്ല. എനിക്ക് എന്നേക്കാൾ വിശ്വാസം അവരെയാ. നീ എന്നെ കൊലക്ക് കൊടുത്ത് അടങ്ങൂ. സോറി സാർ, ഞാൻ സാറിന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല. സാർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? കഴിഞ്ഞില്ലേ നിന്റെ സംശയം? ചോദിക്ക്. ശരിക്കും ഈ ദേവദത്ത് തന്നെയല്ലേ പ്രിയയുടെ ഡാഡ്? സംതിങ് ഫിഷി. പലപ്പോഴായി സാറിൻ്റെ മുഖത്ത് പ്രകടമാവുന്ന ഭയം അത് വിളിച്ചോതുന്നുണ്ട്. അത് കേട്ടത് മുകുന്ദൻ ആദ്യം ദഹിപ്പിച്ച് നോക്കി അവിടുന്ന് പറഞ്ഞു വിട്ടു. അവിടുന്ന് ആദ്യം നേരെ ചെന്നത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അരികിലേക്കാണ്. മുകുന്ദൻ സാറിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനും വള്ളി പുള്ളി തെറ്റാതെ ആദ്യം അവരോട് പറയുകയും ചെയ്തു. ആദിക്ക് പിന്നെ ഇത്രയും വലിയ രഹസ്യം അറിഞ്ഞിട്ട് അത് ആരോടെങ്കിലും പറഞ്ഞില്ലേ ഒരു സമാധാനം കിട്ടില്ല. അല്ലെങ്കിലും അവർ കൂട്ടുകാർക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. ആദി, നിന്റെ സംശയം പോലെ അയാൾ തന്നെ ആയിരിക്കുമോ പ്രിയയുടെ അച്ഛൻ? എങ്കിലും നീ രക്ഷപ്പെട്ടു മോനെ. നീ പറ്റുമെങ്കിൽ ഇനോഗ്രേഷൻ ഡേയിലെ ഒരു അടിപൊളി പാട്ട് പാടി അങ്ങേരെ ഇംപ്രസ് ചെയ്യിപ്പിക്ക്. അതും നീ എന്നെ എഴുതി കമ്പോസ് ചെയ്ത ആ സോങ് ഇല്ലേ, അതൊന്ന് ട്രൈ ചെയ്തൂടെ? ശ്യാം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹേയ്, അന്നേരം ആ പാട്ട് വേണ്ട. ഞാൻ അങ്ങേരുടെ ഹിറ്റ്സൊക്കെയും കോർത്തിണക്കി എൻ്റെ ശൈലിയിൽ പാടും. അത് കേട്ട് അങ്ങേര് ഇംപ്രസ്സായി ചിലപ്പോൾ അടുത്ത സിനിമയിൽ എനിക്ക് പാടാൻ വല്ല ചാൻസും തന്നാലോ? ആദ്യേ ഇരുന്നിട്ട് കാല് നീട്ടിയാൽ പോരെ? അങ്ങേര് വരുമോന്ന് അറിഞ്ഞിട്ട് പോരെ ഈ സ്വപ്നം കാണുന്ന ചടങ്ങൊക്കെയും? ഗോകുൽ പ്രത്യേക താളത്തിൽ പറഞ്ഞു. സ്വപ്നം കാണുന്നതിന് ചിലവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കാണും. ഇത്തവണ ഞാൻ ഇരിക്കുന്നതിന് മുന്നേ കാൽ നീട്ടാൻ തന്നെ തീരുമാനിച്ചു. കൂടാതെ എൻ്റെ സ്വന്തം രചനയിലും സംഗീതത്തിലും ഒരുക്കിയ ആ സോങ് അതേറെ വൈകാതെ ഞാൻ അദ്ദേഹത്തെ കേൾപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതായിരിക്കുമല്ലേ അമ്മ പറഞ്ഞ ജോത്സ്യൻ്റെ പ്രവചനം? പ്രിയ എൻ്റെ ജീവിതത്തിൽ വന്ന എനിക്ക് ഐശ്വര്യമാണെന്ന് പറഞ്ഞത് ഇതാണോ? ആദ്യം ചിന്തിച്ചു തുടങ്ങി. എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിലേ അങ്ങേർക്ക് പെട്ടെന്നൊന്നും തിരിച്ച് ചെന്നൈക്ക് വണ്ടി കയറാൻ പറ്റുമെന്ന് തോന്നില്ല. ഇവിടെ ചിലതൊക്കെ നടക്കും, ഇല്ലേ ആദ്യം നടത്തും. പറ്റുമെങ്കിൽ അങ്ങേര് പ്രിയയിൽ നിന്നും ഹൈഡ് ചെയ്യുന്ന ആ രഹസ്യം അത് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പം എൻ്റെ മുന്നിൽ ഒരു ലക്ഷ്യമുള്ളൂ, എങ്ങനെയും പ്രിയയുടെ ടീമിനെ ജയിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹത്തിൽ നിന്നും പ്രിയ ട്രോഫി ഏറ്റുവാങ്ങണം. അന്നേരം അയാളാണ് അവളുടെ സ്പോൺസർ എന്നുകൂടി ഞാൻ അറിയിക്കും. അതാണ് എൻ്റെ മറ്റൊരു ലക്ഷ്യം. അത് പറ്റില്ലെന്നല്ലേ പ്രിൻസി പറഞ്ഞേ? ഇതിൻ്റെ പേരിൽ എന്തുണ്ടായാലും ഞാൻ ഏറ്റെടുത്തോളാം. അന്നേരത്തെ പ്രിയയുടെ മുഖത്തെ സന്തോഷം അതെനിക്ക് കാണണം. ചെറുക്കന് പ്രിയ എന്ന ഭ്രാന്തേ അസ്ഥിക്ക് പിടിച്ചിരിക്കുക. അല്ല, ഇന്നലത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു ആ കുന്നിൻ ചെരുവിൽ പരിപാടി? ആർത്തിമൂത്ത് നീ വല്ലത് ചെയ്തൊന്നുമില്ലല്ലോ. ശ്യാമിൻ്റെ പറച്ചിൽ കേട്ട് ആദ്യം അവനെ കൂർപ്പിച്ചു നോക്കി. പോടാ, ആദ്യം ഇത്തിരി തറയാണെന്നത് ശരിയാ, പക്ഷെ ഇക്കാര്യത്തിൽ ആദ്യം ഡീസൻ്റ് ആണ്. ഐ ലവ് യു പറഞ്ഞ് മാന്യമായ രീതിയിൽ ഒന്ന് പ്രപ്പോസ് ചെയ്തു. ഞങ്ങൾ ഓൾറെഡി മാരീഡ് ആയതിനാ കൂടെ വിൽ യു മാരി മീ എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നല്ലോ.
അതുകൊണ്ട് അത് പറഞ്ഞില്ല. എങ്കിൽ നിനക്ക് വില്ലു റീമാരി മീ എന്ന് ചോദിച്ചാൽ പോരായിരുന്നില്ലേ? നിങ്ങളുടെ റീമാരേജ് വൈകാതെ നടക്കുമല്ലോ. അതിനിടയിൽ ഗോകുലിൻ്റെ വകയാണ് ഈ കൗണ്ടർ അടി. ഒന്ന് പോടാ. ആദ്യം ഞങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചു, എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി. പിന്നെ അവർക്ക് 3 പേർക്കും നിമിഷയെ പറ്റിയോ മനുവിനെ പറ്റിയോ നേരത്തെ അറിയായിരുന്നുവെന്ന്. പിന്നെ അവൾ ഒന്നുകൂടി പറഞ്ഞു, നിമിഷയ്ക്ക് എന്നോട് പ്രണയാണെന്നും. എന്നെയും അവളെയും തെറ്റിക്കുക, അതാണ് നിമിഷയുടെ ലക്ഷ്യം. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ പുച്ഛം. ഷെബിയുടെ പറച്ചിൽ കേട്ട് ആദ്യം എന്താ എന്ന പോലെ എല്ലാവരെയും നോക്കി. അത് പിന്നെ ഇക്കാര്യം ഇന്നലെ ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. നീയും പ്രിയയും അടുത്ത് ഇടപഴകുമ്പോൾ നിമിഷം നാഗവല്ലിയായി മാറിയത്രേ. ഇവൻ ശരിക്കും കണ്ടതാണെന്ന്. അതിവൻ ഇന്നലെ ഞങ്ങളോട് സൂചിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഓടിച്ചു വിട്ടിരുന്നു. എന്നാൽ അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നി? നമുക്ക് അവളെ മറ്റൊരു രീതിയിൽ കാണാൻ പറ്റുമോ? ഇതിനർത്ഥം അവൾ നമ്മളെ ഒരിക്കൽ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അവൾ മനുവിൻ്റെ കൂടി എല്ലാം ചെയ്തു എന്നറിഞ്ഞിട്ടും എനിക്ക് അവളെ വെറുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്കെന്തോ അവളുടെ മുഖം കാണും തോറും ദേഷ്യം തോന്നുക. ഗൂഗിൾ, ഈ പറ്റുമെങ്കിലേ അവളുടെ ഫോൺ കൈക്കലാക്കി ഒന്ന് സെർച്ച് ചെയ്യണം. അവളുടെ ഫോണിൽ എൻ്റെയും പ്രിയയുടെയും എഡിറ്റ് ചെയ്യാത്ത ആ വീഡിയോ ഉണ്ടോയെന്ന് നോക്ക്. എനിക്ക് അവളെ തന്നെയാണ് സംശയം. അവൾക്ക് മുന്നിൽ തെളിവുകൾ നിരത്തി വെച്ച് എനിക്ക് അവളുടെ മുഖത്ത് നോക്കി ചിലത് ചോദിക്കാനുണ്ട്. ഈ ഇനോഗ്രേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ആദ്യം അത്രയും പറഞ്ഞു നിർത്തി. എടാ, പ്രിയല്ല പോകുന്നത്? ഞാൻ വൈകുന്നേരത്തെ യൂണിയൻ മീറ്റിങ്ങിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് വരാം. വൈസ് ചെയർമാനെ മാറ്റി നിർത്തി നമ്മൾ തന്നെ എല്ലാം തീരുമാനിച്ചു എന്ന് പറഞ്ഞേ അവളതൊരു പാർട്ടി വഴക്കിൽ കൊണ്ടെത്തിക്കും. ഇന്നലെ വൈകുന്നേരം എൻ്റെ കൂടെ കുന്നിമുകളിലുണ്ടായ പ്രിയയല്ല ഞാൻ ഇന്ന് രാവിലെ കാണുന്നത്. ഞാനൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തപ്പോൾ എനിക്ക് നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ഇവൾ അന്യൻ്റെ പെങ്ങൾ വല്ലതാണോ? ആയിരിക്കും. അവളുടെ സ്പോൺസർ തമിഴ് സിനിമയിൽ നിന്നാണല്ലോ. അപ്പോൾ ആ ഒരു ബന്ധം ഉണ്ടാവാതിരിക്കില്ല. ഗൂഗിൾ എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞു. ഓ, അവൻ്റെ ഒരു കണ്ടുപിടുത്തം. ആദ്യം അതും പറഞ്ഞ് പ്രിയയുടെ അരികിലേക്ക് നടക്കാനൊരുങ്ങിയപ്പോൾ ആദ്യോടെന്ന പോലെ ഷെബി ചോദിച്ചു, എടാ, ഇന്നലത്തെ ബാക്കി പറഞ്ഞിട്ട് പോടാ. പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ആര് ചെയ്തു, എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു? ആഫ്റ്റർ പ്രപ്പോസ് എവിടെയാണ് ഉമ്മ കൊടുത്തത്? പറയൂ, ഞാനും കേട്ടുകൊണ്ട് പുളകം കൊള്ളട്ടെന്നേ. സോറി, അത് പറയാൻ തൽക്കാലം നിർവാഹില്ല. പ്രിയക്ക് ഞാൻ വാക്ക് കൊടുത്തതാ ഞങ്ങൾ തമ്മിലുള്ള റൊമാൻസ് നിങ്ങളോട് ഷെയർ ചെയ്യില്ലെന്ന്. കണ്ട അവന് വന്ന മാറ്റം കണ്ട. എടാ സാമദ്രോഹി, ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള കടുത്ത തീരുമാനം എടുപ്പിച്ച് അവള് നിന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചേ. വൈകാതെ ഞങ്ങളൊക്കെ ഔട്ടാവുമല്ലോ. അല്ല, അവളുടെ ഫ്രണ്ട്സിനോട് പറയില്ല എന്നെന്താ ഉറപ്പ്? ഷെബിക്ക് പിന്നെയും സംശയം. അക്കാര്യത്തിൽ അവൾ എനിക്കും വാക്ക് തന്നിട്ടുണ്ട്. ആദ്യം ഒരു ചെറുചിരിയാലെ അതും പറഞ്ഞ് അവിടുന്ന് പോയതും ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഗോകുലും ശ്യാമും ഷെബിയെ കളിയാക്കി കൊന്നു.